ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലഘട്ടത്തിൽ റെയിൻ ഓഫ് ടെറർ എന്ന് വെച്ചാൽ അന്നുണ്ടായിരുന്ന ദേവാലയങ്ങളൊക്കെ അടച്ചുപൂട്ടാനായിട്ട് പറഞ്ഞു. മതപരമായ കാര്യങ്ങളൊന്നും നടത്താനായിട്ട് അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഒരു ഭീകരതയുടെ ഭരണമുള്ള കുറെ കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒത്തിരി പേരെ ഗില്ലറ്റിൻ ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തല എന്നുള്ള യന്ത്രമുള്ളൂ, തല കണ്ടിക്കുക. 1794 ജൂലൈ 17 18 ഫ്രഞ്ച് സിസ്റ്റേഴ്സ് ഒരു സന്യാസ മതത്തിൽപ്പെട്ടവരാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ സന്യാസ ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകാം. സന്യാസ ജീവിതവും സാക്ഷരതയും ഉപേക്ഷിച്ചിട്ട് കോൺവെന്റിൽ നിന്നും പോയി. പക്ഷെ അവര് പോകാനായിട്ട് തയ്യാറായി. അതിന്റെ പേരില് ജൂലൈ 17 1794 അവരെ ഗില്ലറ്റിൻ ചെയ്തു. എന്നുവെച്ചാൽ കയറ്റി തല കണ്ടിച്ചു എന്നുള്ളതാണ്. പിന്നെ നിഷ്ഠൂരമായിട്ട് കൊല ചെയ്തു. ഇങ്ങനെ അന്ന് നിരവധി വിശ്വാസികളും വിശ്വാസം അനുകരിച്ചു വന്ന വൈദികരും സമർപ്പിതരും ഒക്കെ അന്ന് കൊല ചെയ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ ടെറർ ഭരണം അവസാനിച്ചു. ഇപ്പോൾ മതവിശ്വാസം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ലഭിക്കുകയാണ്. ടെററിന്റെ കാലഘട്ടത്താണ് നിരവധി ഇങ്ങനെ മനുഷ്യരെ കൊല ചെയ്തത്. അവരെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കൊല ചെയ്യപ്പെടേണ്ട ഒരു കുറ്റമായിട്ട് കരുതി. അതുകൊണ്ടാണ് ഇവരെ സിസ്റ്റേഴ്സിനെ കൊല ചെയ്യാനായിട്ട് കാരണം. മത്തായിയുടെ സുവിശേഷത്തിൽ എന്ന് പറയുന്നത് ചെന്നായ്ക്കടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന് പറയാൻ നിങ്ങളെ. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ ഉപയോഗിക്കുന്നതും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കും. അപ്പോൾ ചെന്നായി കടിച്ചു വരുത്തില്ല. ആടിനെ കണ്ടു കഴിഞ്ഞാൽ അത് വിശപ്പ് അകറ്റാൻ വേണ്ടിയിട്ട് ചെമ്മരിയാടുകളെ അതിനെ കടിച്ചു പിടിച്ച് അതിനെ കടിച്ചു പറിച്ചു തിന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. അപ്പോൾ വിവേകം വേണം, അതുപോലെ നിഷ്കളങ്കതയും വേണമെന്നാണ് വചനത്തിൽ പറയുക. ജെറമ്യ പ്രവാചകൻ യേശുവിന്റെ പ്രതിരൂപം. ഈ ജെറമ്യ പ്രവാചകൻ പ്രവചനം നടത്തിയതിന്റെ പേരില് അദ്ദേഹത്തിന് എതിരാളികളുണ്ടായി. രാജാവിനെതിരെയൊക്കെ പ്രവചനം നടത്തി. അന്നുണ്ടായിരുന്ന അധികാരി വർഗത്തിനൊക്കെ എതിരെ പ്രചരണം നടത്തി. അതിന്റെ പേരിൽ മർദ്ദനമേൽക്കേണ്ടി വരികയും ശിക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു പ്രവാചകനാണ് ജെറമ്യ. അതുകൊണ്ട് ഈശോയുടെ പ്രതിരൂപമായിട്ടാണ് ജെറമ്യ പ്രവാചകനെ കാണുന്നത്. ജെറമ്യക്കെതിരെ ഗൂഢാലോചന ചെയ്തു. ജെറമ്യ 11 അധ്യായം 18 വചനങ്ങളിൽ പറയുന്നുണ്ട്, അവിടുന്ന് അവരുടെ ദുഷ്കൃത്യങ്ങൾ എനിക്ക് കാണിച്ചു തന്നു. എന്നാൽ കൊലയ്ക്ക് കൊണ്ടുപോകുന്ന ശാന്തനായ കുഞ്ഞാടിനെ പോലെയായിരുന്നു ഞാൻ. കർത്താവിന്റെ നാമത്തിൽ നീ പ്രവചിക്കരുതേ, പ്രവചിച്ചാൽ നിന്നെ ഞങ്ങൾ കൊല്ലുമെന്ന് അവർ പറയുന്നു. ജെറമ്യ 11:20 പറയാം. ഇപ്പോൾ ജെറമ്യ പ്രവാചകന്റെ പ്രവചനങ്ങള് ഇന്നത്തെ അധികാരികൾക്കും അന്നത്തെ എല്ലാവർക്കും എതിരായതുകൊണ്ടാണ് ജെറമ്യ രാജാവിനൊക്കെ എതിരായിട്ട് പ്രസംഗിച്ചു. അപ്പോൾ എതിരാളികൾ അവിടെ വന്ന് ജെറുസലേം ആക്രമിച്ചിടുന്ന കാര്യമൊക്കെ പറയുകയുണ്ടായി. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ജെറമ്യ പ്രവാചകൻ പറഞ്ഞതുപോലെയൊക്കെ സംഭവിച്ചു. അദ്ദേഹത്തെ ഒരു പൊട്ടക്കണ്ടിൽ പിടിച്ച് ഇടുകയും മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടുത്തി. അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നീട് അരങ്ങേറുന്നത്. 2 കൊരിന്ത്യർ 4 അധ്യായം 718 മിശിഹ പൗലോസ്ലീഹയുടെ സഹനത്തെ പറ്റിയാണ് പറയുന്നത്.
പൗലോസ്ലീഹ പറയുകയാണ്, എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിന് ഈ നിധി മൺപാത്രത്തിലാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തും. ഞങ്ങളുടെ സാമർഥ്യം കൊണ്ടൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കൃപയാണ് എന്ന സ്ലീഹായ്ക്ക് അടിയുറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നത്, ഈ നിധി മൺപാത്രങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചത്. മൺപാത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പൊട്ടിപ്പോകാനായിട്ടിടയുണ്ട്. അത് വളരെ കരുതലോടും ശ്രദ്ധയോടും കൂടി ജീവിക്കേണ്ടതാണ് ക്രിസ്തീയ ജീവിതചര്യ. 4:5 പൗലോസ്ലീഹ പറയാണ്, ഞങ്ങൾ എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിലും പരിത്യക്തരാകുന്നില്ല. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലം അനുപമമായ മഹത്വവും. ഈ സഹനങ്ങളുടെ മധ്യത്തിലൊക്കെ പ്രത്യാശയോടുകൂടി ജീവിക്കാനായിട്ട് കഴിഞ്ഞതിന്റെ അടിസ്ഥാന കാരണം ഈ ക്ലേശങ്ങൾ ക്ഷണികമാണ്, നശ്വരമാണ്, കടന്നു പോകുന്നതാണ്. എന്നാൽ അവസാനം അവയുടെ ഫലം അനുഭവമായ മഹത്വം. ഇപ്പോൾ നിത്യജീവിതത്തെ കണക്കാക്കിക്കൊണ്ട് സ്വകീയ സൗഭാഗ്യത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചിരുന്നവരാണ് എല്ലാ വിശുദ്ധാത്മാക്കളും നല്ല വിശ്വാസി സമൂഹമൊക്കെ. അപ്പൊ അതാണ് സൂചിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് 10:16 വചനങ്ങളിൽ പീഡകടകാലത്തെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ യേശു ശിഷ്യന്മാർക്ക് 2 വിധത്തിലുള്ള പീഡനങ്ങളുണ്ടായിരുന്നു സ്ത്രീകന്മാർക്ക്. ഒന്ന്, യഹൂദ മതത്തിൽ നിന്നും വ്യതിരിക്തമായിട്ടുള്ള ആശയങ്ങളായിട്ട് വന്ന ഈശോയുടെ പഠനങ്ങളെ അവർ അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. അതാണ് യഹൂദന്മാരുടെ വലിയായിട്ടുള്ള പീഡനങ്ങൾ. അവരെ സിനഗോഗിൽ നിന്നും പുറത്താക്കി അവരുടേതായിട്ടുള്ള നിയമം അനുസരിച്ച് ശിക്ഷിക്കുകയുണ്ടായി. അതുകൊണ്ട് യഹൂദ നിയമം അനുസരിച്ച് ശിക്ഷിക്കാൻ പോയ ആളാണ് സാവൂൾ. നമുക്കറിയാം, ഡമാസ്കസിലുള്ള യഹൂദ വിശ്വാസത്തിൽ നിന്നും ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് കിടന്നു വന്നവരെ പിടികൂടി ശിക്ഷിക്കാനും അറസ്റ്റ് ചെയ്യാനും വേണ്ടിയാണ് സാവൂള് അതിനുള്ള അനുവാദപത്രങ്ങളുമായി കുതിരപ്പുറത്ത് പോയത്. അവിടെ വെച്ച പോകുന്ന വഴിക്കാണ് വീഴ്ചയും മനസ്സാന്തരമൊക്കെ സംഭവിക്കുന്നത്. പിന്നെ 2 വിജാതിയുടെ കോടതികളില് പൗലോസ്ലീഹ വിജാതിയുടെ നാടുകളിലാണ് വചനം പ്രഘോഷിച്ചത്. അവരുടെ ആരാധന കേന്ദ്രങ്ങളും അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു പുതിയ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ കേട്ടു, ചിലരൊക്കെ വിശ്വസിച്ചു, ഒത്തിരി പേര് എതിർത്തവരുണ്ട്. അപ്പോൾ നിലവിലുള്ള വിശ്വാസത്തിന് എതിരായിട്ടുള്ള വേറൊരു സാമ്യതയോ വിശ്വാസമോ സ്വീകരിക്കാനായിട്ട് പലപ്പോഴും തയ്യാറാകുകയില്ല. റോമൻ സാമ്രാജ്യത്തിൽ സംഭവിച്ചത് അതാണ്. രാജാവിന്റെ ദൈവമായിട്ട്, ചക്രവർത്തിയെ ദൈവമായിട്ട് അതാണ് അങ്ങനെയുള്ള ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ചക്രവർത്തിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ധൂപാർപ്പണം നടത്തണം, കുമ്പിടണം. പിന്നെ ക്രൈസ്തവർ തയ്യാറായില്ല. അതിന്റെ പേരിലാണ് നിരവധി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയും രക്തസാക്ഷികളെയൊക്കെ ചെയ്തത്. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുകയും മത്തായി 10:21 പറയുന്നത്, ക്രിസ്ത്യൻ യജമാനേക്കാൾ വലിയവനല്ല ഗുരുവിന്റെ ഇന്ധനം ശിഷ്യനും അതിന് അർഹതയുമുണ്ട്, ശിഷ്യനും സഹനം ഉണ്ടാകും. ശരീരത്തെ കൊല്ലുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, ശരീരത്തെ ആത്മാവിനെയും നരകത്തിൽ അല്ലെങ്കിൽ നിത്യശിക്ഷയിൽ പതിക്കാനായിട്ട് കഴിവുള്ളവനായാണ് ഭയപ്പെടേണ്ടത് എന്ന് യേശു പറയുകയാണ്. നിർഭയം സാക്ഷി വഹിക്കുക, ഭയമില്ലാതെ. അപ്പോലിസിന്റെ ജീവചരിത്രത്തിൽ ഒരു കാര്യമുണ്ട്. ആഫ്രിക്കയിലേക്ക് ഈ ഫ്രാൻസിസ്കൻ സഭയിലെ ആദ്യത്തെ 4-5 അംഗങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിന് പോയി. എന്നാൽ ഈ ഫ്രാൻസിസ്കൻ ആദ്യം പോയ 5 പേര്, പല രാജ്യങ്ങളിലും അങ്ങനെയാണ്, 5 പേര് കൊല്ലപ്പെട്ടു, രക്തസാക്ഷികളായി. അവിടെ മൃതശരീരങ്ങൾ സംസ്കരിക്കാൻ കൊണ്ടുവന്നു. അതിന് സാക്ഷിയായിരുന്നു വിശുദ്ധ അന്തോനീസ് സഭയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ. ഏതായാലും അവരുടെ ധീരമായ രക്തസാക്ഷിത്വം വൈദികനാകാൻ ആഫ്രിക്കയിലേക്ക് പോകാനും ഒക്കെ അന്തോനീസിന് പ്രചോദനമേകി. ആഫ്രിക്കയിൽ പോയി പിന്നെ രോഗം പിടിപെട്ടപ്പോൾ തിരിച്ചു വന്നു. കപ്പല് അപകടത്തിൽപ്പെട്ടിട്ട് ഇറ്റലിയിലേക്കാണ് വന്നത്. പിന്നെ പ്രവർത്തനമെതിരെ ഇറ്റലിയിലായി. എങ്ങനെയാണ് അന്തോനീസിന്റെ ചരിത്രം പോകുന്നത്. ക്രൈസ്തവ ജീവിതത്തില്
ത്യാഗങ്ങളുണ്ട്. അത് ആഫ്രിക്കയിലേക്ക് പോകണമെന്നില്ല. ശരിയായിട്ടുള്ള ഒരു കുടുംബ ജീവിതവും സഭയുടെ പഠനങ്ങൾക്കനുസരിച്ചുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെങ്കിൽ അതിന് ത്യാഗവും. പലപ്പോഴും നമ്മള് സൃഷ്ടിക്കുന്ന ത്യാഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ കൃത്യതയോടുകൂടി കുടുംബത്തിലും മറ്റുള്ളവരോടും പെരുമാറുമ്പോൾ ഒത്തിരി പ്രതിസന്ധികളെ തരണം ചെയ്യാനായിട്ട് നല്ലൊരു വാക്ക് പറയുക, മറ്റുള്ളവരെ പറ്റി നല്ലത് പറയുക, ആവശ്യമില്ലാത്ത കാര്യം ഇടപെടാതിരിക്കുക. ഇനി ആരെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് കുറവുള്ള ആളാണെന്ന് ചിന്തിച്ചുകൊണ്ടത് ആ രീതിയിൽ വിലയിരുത്തുക. നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. ആരെങ്കിലും കുറവുകൾ ചൂണ്ടിക്കാണിച്ചാൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിലും അത് അന്വേഷണം തിരുത്താനാണ് നോക്കേണ്ടത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞൊന്ന് ചോദ്യം ചെയ്യാനായിട്ട് നിൽക്കാതിരിക്കുക. അങ്ങനെ കലഹത്തിന്റെ ജീവിത ശൈലി കെട്ടിപ്പടുക്കാതെ നമ്മുടെ ഹൃദയത്തിന്റെയും മനസാക്ഷിയുടെയൊക്കെ നന്മയും ജീവിതത്തിന്റെ ശാന്തതയും പവിത്രതയൊക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കരാകും. ഹൃദയത്തിലും മനസ്സിലും ഒക്കെ സമാധാനവും ശാന്തിയും ലഭിക്കും. ആരുടെങ്കിലും വിദ്വേഷമോ പ്രതികാര ചിന്തയുണ്ടെങ്കിൽ സമാധാനവും സ്വസ്ഥതയും ശാന്തതയും ജീവിതത്തിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രതികൂല സാഹചര്യങ്ങളിലും വിശ്വാസം നിലനിർത്തിക്കൊണ്ട് യേശുവിന്റെ സാക്ഷികളാകാൻ നമുക്ക് ശ്രമിക്കാം. ഈശോയുടെ അനുയായികളായ രക്തസാക്ഷികളൊക്കെ നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും